ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ചില വൈകല്യങ്ങൾ മൂലം ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും പ്രധാന ലക്ഷണങ്ങൾ തൊലിപ്പുറത്ത് കാണപ്പെടുകയും ചെയ്യുന്ന ഒരു രോഗമാണ് സോറിയാസിസ്. രോഗപ്രതിരോധ സംവിധാനത്തിലെ ഈ അപാകതയ്ക്ക് പിന്നിൽ ചില ജനിതക കാരണങ്ങൾ കൂടി ഉണ്ട്. എന്നാൽ ഇതൊരു പകർച്ചവ്യാധിയല്ല. ചർമ്മത്തിൽ ചുവപ്പ് നിറത്തിലും ചൊറിച്ചിലോടുകൂടിയും ഉണ്ടാകുന്ന ശൽക്കങ്ങൾ ഇതിന്റെ പ്രധാന ലക്ഷണമാണ്. ശരീരത്തിന്റെ പുറം ഭാഗം, കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, പാദം, ഉള്ളം കൈ, മുഖം എന്നിവിടങ്ങളിൽ രോഗം കൂടുതലായി കാണപ്പെടുന്നു. ആഴ്ചകളോളം അതിതീവ്ര ലക്ഷണങ്ങളും പിന്നീട് ഒന്ന് കുറയുകയും അതിനുശേഷം തീവ്രത പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു ചാക്രിക രീതി ഈ വ്യാധി പ്രകടിപ്പിക്കുന്നു. ലക്ഷണങ്ങളും അതിന്റെ തീവ്രതയും ഓരോരുത്തരിലും വ്യത്യാസപ്പെടാം. എങ്കിലും ചുവന്ന പാടുകൾ, വെള്ളി നിറത്തിലുള്ള ശൽക്കങ്ങൾ, ചർമ്മത്തിന്റെ രൂക്ഷത, രക്തം പൊടിയൽ, ചൊറിച്ചിൽ, പുകച്ചിൽ, കട്ടി കൂടിയതോ കുഴിഞ്ഞതോ വരമ്പുകൾ ഉള്ളതോ ആയ നഖങ്ങൾ, സന്ധികളിലെ വീക്കം, പിടുത്തം എന്നിവ സർവ്വസാധാരണമായി സോറിയാസിസ് രോഗികളിൽ കണ്ടുവരുന്നുണ്ട്. ഏത് പ്രായത്തിലും ലക്ഷണങ്ങൾ പൊട്ടിപ്പുറപ്പെടാമെങ്കിലും 20-30 വയസ്സ് അല്ലെങ്കിൽ 50-60 വയസ്സ് പ്രായമുള്ളവരിലാണ് കൂടുതൽ പേരിലും രോഗലക്ഷണങ്ങൾ ആദ്യമായി കാണാറ്. തണുപ്പ്, ചൂടുകൂടിയ ബാഹ്യകാരണങ്ങളാലും മുറിവ്, ചതവ്, വിഷാദം, പുകവലി, മദ്യപാനം പോലുള്ള പല ഘടകങ്ങളും രോഗജനനത്തിനും വർധനവിനുമൊക്കെ പ്രേരണ ചെലുത്താറുണ്ട്. സോറിയാസിസ് രോഗത്തിന്റെ കൃത്യമായ കാരണങ്ങൾ ഇന്നും വ്യക്തമല്ലെങ്കിലും പ്രതിരോധ സംവിധാനത്തിന്റെ തകരാറും ജനിതക ഘടകങ്ങളുമെന്നാണ് പൊതുവെ കരുതുന്നത്. സോറിയാസിസിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഫലപ്രദമായ ചികിത്സാ രീതികൾ ലഭ്യമാണ്. ജീവിതശൈലി മാറ്റങ്ങൾ, ഭക്ഷണക്രമം എന്നിവ ഉപയോഗിച്ച് സോറിയാസിസിന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാം. സോറിയാസിസ് നിയന്ത്രിക്കാൻ ഡയറ്റിൽ ചിലതൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതിലൊന്ന് omega-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഫാറ്റി ഫിഷ്, അയല, മത്തി, സാൽമൺ, ഫ്ലാക്സ് സീഡുകൾ, വാൾനട്ട്സ് എന്നിവയിൽ കാണപ്പെടുന്ന omega-3 ഫാറ്റി ആസിഡുകൾ ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. സോറിയാസിസ് വീക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ omega-3 ഫാറ്റി ആസിഡുകൾ ശരീരത്തിൽ എത്തിക്കുന്നത് ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാനും അസ്വസ്ഥതയെ തടയാനും സഹായിക്കും. ഈ ആരോഗ്യകരമായ കൊഴുപ്പുകൾ പതിവായി കഴിക്കുന്നത് ചർമ്മത്തിലെ ജലാംശവും ഇലാസ്തികതയും മെച്ചപ്പെടുത്തുന്നതിന് നമ്മെ സഹായിക്കും. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങളായ പഴങ്ങളും പച്ചക്കറികളും, പ്രത്യേകിച്ച് വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് പഴങ്ങൾ, കുരുമുളക്, വൈറ്റമിൻ ഇ അടങ്ങിയ നട്ട്സ്, വിത്തുകൾ, അവക്കാഡോ പോലുള്ളവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാനും സോറിയാസിസ് കൈകാര്യം ചെയ്യാനും സഹായിക്കുന്നു. ഇതിനൊപ്പം സംസ്കരിച്ചതും മധുരമുള്ളതുമായ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുക. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ശുദ്ധീകരിച്ച പഞ്ചസാര, അനാരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ വീക്കം വർദ്ധിപ്പിക്കുകയും സോറിയാസിസ് ലക്ഷണങ്ങൾ വഷളാക്കുകയും ചെയ്യും. ഉയർന്ന പഞ്ചസാര അടങ്ങിയവ കഴിക്കുന്നത് ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാകുന്നു. ഇത് വീക്കം, രോഗപ്രതിരോധ ശേഷി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ സംസ്കരിച്ചതും മധുരമുള്ളതുമായ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുക. വെള്ളം ഒരു പ്രധാന ഘടകം ആയതിനാൽ നിർജ്ജലീകരണം തടയാനും ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നത് ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്താനും മൊത്തത്തിലുള്ള ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. കൂടാതെ ശുദ്ധീകരിച്ച ധാന്യങ്ങൾക്ക് പകരം മുഴുധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക. ക്വിനോവ, ബ്രൗൺ റൈസ്, ഓട്സ് തുടങ്ങിയ നാരുകളും അവശ്യ പോഷകങ്ങളും അടങ്ങിയ മുഴുധാന്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വൈറ്റ് ബ്ലഡ്, പാസ്ത തുടങ്ങിയ ശുദ്ധീകരിച്ച ധാന്യങ്ങൾ വീക്കം ഉണ്ടാക്കുകയും സോറിയാസിസ് ലക്ഷണങ്ങൾ വഷളാക്കുകയും ചെയ്യും. അതിനാൽ ശുദ്ധീകരിച്ച ധാന്യങ്ങൾക്ക് പകരം മുഴുധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക. പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും സോറിയാസിസ് കൈകാര്യം ചെയ്യാൻ ഗുണം ചെയ്യും. മേൽപ്പറഞ്ഞവയെ പോലെ തന്നെ രോഗപ്രതിരോധ പ്രവർത്തനത്തിലും ചർമ്മത്തിന്റെ ആരോഗ്യത്തിലും വൈറ്റമിൻ ഡി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പാലുൽപ്പന്നങ്ങൾ, മുട്ടയുടെ മഞ്ഞക്കുരു, കൂൺ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാനും സോറിയാസിസിനെ നിയന്ത്രിക്കാനും സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യം, ശരീരത്തിൽ സോറിയാസിസിൻ്റെതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ആദ്യം ത്വക്ക് ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തുക.